ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ ECRPയിൽ തന്നെ ഡെബിറ്റ് കാർഡ് എടുക്കാനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ കൊടുത്തതെന്ന് പറയാതെ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോ പോകാം. നമ്മൾ നേരെ തന്നെ ALT അടിച്ചിട്ട് ഞങ്ങൾ GPS ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിൽ നമ്മൾ ജനറൽ ലൊക്കേഷനിൽ ബാങ്ക് എടുത്ത് സെലക്ട് കൊടുത്തതിന് ശേഷം നേരെ ബാങ്കിൻ്റെ ലൊക്കേഷനിലോട്ട് പോകാം. അപ്പോൾ ECRPയിൽ ഇതുവരായിട്ട് ജോയിൻ ചെയ്യാത്ത ഒരാളെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യുക. ഡിസ്കോഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം വൈറ്റ് ലിസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് RP ജോയിൻ ചെയ്യാം. അപ്പം നിങ്ങൾ നേരെ ബാങ്ക് എത്തിയതിന് ശേഷം ബാങ്കിലോട്ട് പോവുക. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഐ പോലെ സാധനം കറങ്ങാൻ കാണാം. അപ്പോൾ അവിടെ പോവാം. ബാങ്ക് ഹെൽപ്പ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഹെൽപ്പ് അടിച്ച് കഴിഞ്ഞാൽ ബാങ്കായിട്ടുള്ള എല്ലാ കമാൻഡ്സും അവിടെ കാണാൻ പറ്റും. ബാങ്ക് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഡെപ്പോസിറ്റ്, വിഡ്രോ, ട്രാൻസ്ഫർ, അതിൻ്റെ അപ്പുറത്ത് തന്നെ ബൈ ഡെബിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അത് നിങ്ങൾ ബൈ ഡെബിറ്റ് കാർഡ് എന്ന ഓപ്ഷൻ അടിച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, വിഡ്രോ ചെയ്യണമെങ്കിൽ വിഡ്രോ ചെയ്യുക. പിന്നെ ട്രാൻസ്ഫർ ഇവിടെ ഉണ്ട്. പിന്നെ അതിന് ശേഷം നിങ്ങൾ എടുത്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ അതിൽ ATM പോവുക. നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ മറ്റേ മാളിൻ്റെ അവിടെയുള്ള 24 ഷോപ്പിലോട്ട് പോവുകയാണ്. നമ്മൾ ഷോപ്പിൻ്റെ മുന്നിലെത്തിയതിന് ശേഷം ഷോപ്പിൻ്റെ ഉള്ളിലാണ് ATM. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറുക. എന്നിട്ട് ഇപ്പോൾ അവിടെ ഫ്ലാഷ് ATM അടിച്ച് കഴിഞ്ഞാൽ ATM ഓപ്പൺ ആവും. അവിടെ എനിക്ക് വിഡ്രോ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ അത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഡ്രോ ക്യാഷ് എടുക്കാനുള്ള ഓപ്ഷൻ കിട്ടും. ഈ ക്യാഷ് കാര്യങ്ങളൊക്കെ എടുക്കാമെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ബാങ്കിൽ തന്നെ പോകണം. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഡ്മിൻസിനെ മെൻഷൻ ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.